Hello everyone. Today we are going to discuss about the pre-writing techniques like brainstorming. What is pre-writing? Pre-writing activities are the preliminary steps before starting to write your essay. നമ്മൾ ഒരു അക്കാദമിക് എസ്സേ എഴുതുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണ്ടി വരും അല്ലേ? അപ്പോൾ ആ ഒരു തയ്യാറെടുപ്പാണ് pre-writing activity എന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രിലിമിനറി സ്റ്റെപ്പ് ബിഫോർ സ്റ്റാർട്ടിങ് ടു റൈറ്റ് ആൻ എസ്സേ. അപ്പോൾ നമ്മൾ ഒരു എസ്സേ തയ്യാറാക്കുന്നതിന് മുന്നേ ആയിട്ടുള്ള ഒരു പ്രിലിമിനറി സ്റ്റെപ്പാണ് pre-writing എന്നത്. ഓക്കെ, ദീസ് ആക്ടിവിറ്റീസ് വിൽ ഹെൽപ്പ് യു ഫൈൻ ട്യൂൺ യുവർ ടോപ്പിക്, gather ideas and organize or decide the order in which ideas are to be presented. അപ്പോൾ നമ്മൾ ഒരു അക്കാദമിക് എസ്സേ എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരു ടോപ്പിക്ക് കണ്ടെത്തണം, ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പോയിൻറ്റ്സ് കണ്ടെത്തണം. അതൊക്കെ ചെയ്യുന്നത് ഈ ഒരു pre-writing ആക്ടിവിറ്റിയിലാണ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? pre-writing ആക്ടിവിറ്റി നമ്മളെ ഒരു ടോപ്പിക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഐഡിയാസൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് then and organize or decide the order in which ideas are to be presented. പിന്നെ നമ്മൾ ഓരോ ഐഡിയാസും എങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അക്കാദമിക് എസ്സേയിൽ എഴുതേണ്ടത് എന്നതൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ ഒരു സ്റ്റേജിലാണ്, pre-writing സ്റ്റേജിലാണ്. ഓക്കെ, പിന്നെ ഈ ഒരു pre-writing സ്റ്റേജിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് brainstorming. എന്താണ് brainstorming? Generally, brainstorming is a group activity conducted at the beginning of a project to generate ideas. നമ്മൾ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഒരു പ്രൊജക്റ്റ് നമുക്ക് നമ്മുടെ ഇൻസ്ട്രക്ടർ തരികയാണ്. അങ്ങനെ തരുന്ന സമയത്ത് നമ്മൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കില്ലേ? ഏതൊരു സബ്ജക്റ്റിലാണ് നമ്മൾ പ്രൊജക്റ്റ് തയ്യാറാക്കേണ്ടത്, എന്തായിരിക്കണം നമ്മുടെ ടോപ്പിക്ക് എന്നൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കും ആ ഒരു ടൈമിൽ. അപ്പോൾ ഈ ബ്രെയിൻസ്റ്റോമിങ് എന്നത് എന്താണ്? ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഐഡിയാസും അതുപോലെ തന്നെ ടോപ്പിക്കും ഒക്കെ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കൂടിയാണ് ബ്രെയിൻസ്റ്റോമിങ്. ഓക്കെ, ബ്രെയിൻസ്റ്റോമിങ് ക്യാൻ ബി ഓഫ് ഗ്രേറ്റ് യൂസ് ആസ് എ pre-writing ടെക്നിക്. ഇതെന്നത് എന്താണ്? ഒരു pre-writing ടെക്നിക്കാണ്. അത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Before you start writing, it is essential for you to gather ideas and get into the heart of your subject. The following activities will help generate ideas for your essay. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു അക്കാദമിക് എസ്സേ തയ്യാറാക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഐഡിയാസൊക്കെ നമുക്ക് വേണം. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ തന്നെയേ നമുക്ക് അക്കാദമിക് എസ്സേ തയ്യാറാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതൊക്കെ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് ബ്രെയിൻസ്റ്റോമിങ് എന്നത്. അപ്പോൾ ബ്രെയിൻസ്റ്റോമിങ് ടെക്നിക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ, ജനറേറ്റ് ചെയ്യാൻ കഴിയുക എന്നതാണ് ഈ പോയിൻറ്റ്സിലൂടെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഈസ് ബ്രെയിൻസ്റ്റോം അറൗണ്ട് ദി കീവേഡ്. ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ and write the keyword of your essay at the center and circle it. Draw arrows from the circle and write as many words as you can remember related to your keyword. അപ്പോൾ എന്താണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ബ്രെയിൻസ്റ്റോം അറൗണ്ട് ദി കീവേഡിൽ എന്താണ് പറയുന്നത്? സിമ്പിളാണ്. നമ്മുടെ പദസൂര്യൻ ഉണ്ടല്ലോ, നമുക്ക് ഏത് ടോപ്പിക്കാണോ നമ്മുടെ എസ്സേയുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് വേണ്ടത് ആ ടോപ്പിക് ആദ്യം നമ്മൾ ഒരു സർക്കിളിനകത്തായിട്ട് എഴുതുക. ഇപ്പോൾ പൊല്യൂഷനാണ് നമ്മുടെ ടോപ്പിക്കെങ്കിൽ പൊല്യൂഷൻ എഴുതുക. പിന്നെ എന്താണ്, പൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ടേംസ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതൊക്കെ എന്താണ്, ഈ സർക്കിളിന് ചുറ്റുമായിട്ട് ആരോ വരച്ചിട്ട് അതിന് ചുറ്റുമായിട്ട് എഴുതുക. നമ്മൾ പദസൂര്യൻ തയ്യാറാക്കുന്നത് പോലെ തന്നെ. അപ്പോൾ നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പോയിന്റ്സ് നമുക്ക് ചുറ്റും കാണാൻ കഴിയും. പിന്നെ അത് വെച്ച് നമുക്ക് ഒരുപാട് പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഈസ് ഓൾട്ടർനേറ്റീവ്ലി യു ക്യാൻ മേക്ക് എ ലിസ്റ്റ് ഓഫ് കീവേഡ്സ്, ഫ്രേസസ് ആൻഡ് ഐഡിയാസ് റിവോൾവിംഗ് അറൗണ്ട് യുവർ ടോപ്പിക്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ
നമ്മുടെ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കീവേഡ്സും അതുപോലെ തന്നെ ഫ്രേസസും ഐഡിയാസും എല്ലാം ഉൾപ്പെടുന്ന ലിസ്റ്റ് തയ്യാറാക്കുക എന്നതാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ടോപ്പിക് എഴുതുക, പിന്നെ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കീവേഡ്സ് അതുപോലെ തന്നെ ഫ്രേസസ് ഐഡിയാസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മളൊരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കുക എന്നതാണ് രണ്ടാമതായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് ഈസ് സബ്ഡിവൈഡ് യുവർ ടോപ്പിക് ഇൻ ടു മെയിൻ പോയിന്റ്സ് ആൻഡ് ലിസ്റ്റ് കീവേഡ്സ് ഫ്രേസസ് ഐഡിയാസ് അണ്ടർ ഈച്ച് ഓഫ് ദി മെയിൻ പോയിന്റ്സ്. പിന്നെ നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലേ, അപ്പോൾ ആ ലിസ്റ്റിൽ നോക്കിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ പോയിന്റ്സ് എടുക്കുക. എന്നിട്ട് ആ മെയിൻ പോയിന്റ്സിൽ വരുന്ന കീവേഡ്സ് അതുപോലെ തന്നെ ഫ്രേസസ് ഐഡിയാസ് ഒക്കെ ഓരോ മെയിൻ പോയിന്റ്സിലും ഉൾപ്പെടുത്തുക. അതാണ് മൂന്നാമതായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പദസൂര്യനാണ്. നമ്മുടെ ടോപ്പിക് ഒരു സർക്കിൾ വരച്ചിട്ട് അതിനുള്ളിലാക്കുക. ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഐഡിയാസ് മെയിൻ പോയിന്റ്സ് ഒക്കെ ചുറ്റുഭാഗത്തും എഴുതുക. ഓക്കെ, പിന്നീട് നമ്മൾ ചെയ്തത് എന്താണ്, ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കുക. നമ്മുടെ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഫ്രേസസ് കീവേഡ്സ് ഐഡിയാസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഓക്കെ, മൂന്നാമതായിട്ട് പറഞ്ഞത് ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ പോയിന്റ്സ് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെയിൻ പോയിന്റ്സ് അതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യുക. ആദ്യം കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവയായിരിക്കണം ഫസ്റ്റ് എഴുതേണ്ടത്, ദെൻ ലെസ് ഇമ്പോർട്ടൻറ്റ് ആ ഒരു ക്രമത്തിലായിരിക്കണം ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഓരോ മെയിൻ പോയിന്റ്സിലും എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് അതുകൂടി കണ്ടെത്തണം. ഓരോ മെയിൻ പോയിന്റ്സിന് ആവശ്യമായിട്ടുള്ള കീവേഡ്സും ഫ്രേസസും ഐഡിയാസും ഒക്കെ നമ്മൾ കണ്ടെത്തിയിരിക്കണം ഈ ഒരു പ്രീ റൈറ്റിംഗ് സ്റ്റേജിൽ തന്നെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് വർക്ക് വിത്ത് എ പാർട്ട്ണർ and list out as many ideas as possible for 5 minutes on a topic interesting to you. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പാർട്ട്ണറെ കൂടി കൂട്ട് വിളിക്കുക. പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അത് ഫ്രണ്ട് ആവാം, ക്ലാസ്മേറ്റ് ആവാം, അങ്ങനെ ആരെങ്കിലും ഒരു വ്യക്തിയെയും കൂടി വിളിക്കുക. എന്നിട്ട് ഒരു ടോപ്പിക്ക് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. ആ ടോപ്പിക്കിനെ കുറിച്ച് 2 പേരിൽ ആരാണോ 5 മിനിറ്റിനുള്ളിൽ ഒരുപാട് എഴുതുന്നത് അവർ വിന്നർ. അങ്ങനെ ഒരു ടാസ്ക് പോലെ അല്ലെങ്കിൽ എന്താണ് ഒരു ഗെയിം പോലെ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ 2 പേർക്കും ആ ടോപ്പിക്കിൽ എത്രത്തോളം അറിവുണ്ട് എന്ന് കാണിക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിക്കിൽ നമ്മൾ പറയാത്ത കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും, അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോഴെന്താണ്, നമുക്ക് പല തരത്തിൽ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ ലഭിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിവ് നമുക്ക് എന്താണ് ലഭിക്കുന്നു. അതാണ് ഈ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സ്റ്റേജിൽ പറയുന്നത് തന്നെ. ഓക്കെ, ഈ ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് തന്നെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് അത്രത്തോളം നോളജ് നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ.